ഇന്ന് രാമായണ മാസം 22-ാം ദിനം. എല്ലാ അർത്ഥത്തിലും ജീവിതത്തോടുള്ള ആശയറ്റ് തന്നെ രാമൻ മറന്നു എന്നൊക്കെ സ്വയം വിലപിക്കുന്ന സീതാദേവിയെ കണ്ട് ഹനുമാനും വിഷമമായി. കുറച്ചു സമയം കഴിഞ്ഞ് രാക്ഷസ സ്ത്രീകൾ ഉറങ്ങാൻ പോയപ്പോൾ സീതാദേവിക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന വിധത്തിൽ ആ മരത്തിലിരുന്ന് രാമചരിതം ഹനുമാൻ പറയാൻ തുടങ്ങി. താൻ ലങ്കാരാജ്യത്ത് വന്നിരിക്കുന്നു എന്ന വിവരം വരെ ഒരു കഥ പോലെ അവിടെ ഇരുന്നു പറഞ്ഞു. ഇത് കേട്ട് സീതാദേവി ചുറ്റും നോക്കി, എന്നിട്ട് പറഞ്ഞു, എന്റെ കാതുകൾക്ക് അമൃതം പോലുള്ള ഈ കാര്യങ്ങൾ പറഞ്ഞ ആൾ ആരായാലും എനിക്ക് അത്രയും പ്രിയപ്പെട്ടവനാണ്. ഇത് രാക്ഷസന്മാരുടെ മായ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾ എന്റെ മുമ്പിൽ വരിക. ഇതു കേട്ട ഹനുമാൻ സീതാദേവിയുടെ മുന്നിലെത്തി നമസ്കരിച്ചു. അത്രയും ചെറിയ രൂപത്തിലുള്ള കുട്ടിക്കുരങ്ങനെ കണ്ടിട്ട് സീതാദേവിക്ക് ഈ കുരങ്ങനാണ് ഇത്രയും നേരം കഥ പറഞ്ഞത് എന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല. സീതാദേവി തല കുനിച്ചു തന്നെ ഇരുന്നു. ഹനുമാൻ താൻ രാമന്റെ ദൂതനാണെന്ന് പറഞ്ഞ ശേഷം നടന്ന സംഭവങ്ങളൊക്കെ സീതാദേവിക്ക് വിശദീകരിച്ചു കൊടുത്തു. അതിനുശേഷം രാമന്റെ പേരെഴുതിയ ആ മോതിരം സീതാദേവിയെ ഏൽപ്പിച്ചു. മോതിരം കണ്ട് സന്തുഷ്ടയായ സീതാദേവി ധാരധാരയായി കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഹനുമാനോട് എത്രയും പെട്ടെന്ന് രാമനോട് തന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ പറയണം എന്ന് ആവശ്യപ്പെട്ടു. ഇത് കേട്ട് ഹനുമാൻ പറഞ്ഞു, ഭവതി വിശ്വസിക്കുക, രാമൻ വാനര സൈന്യത്തോടൊന്നിച്ച് ഇവിടെ എത്തി ദേവിയെ മോചിപ്പിക്കുക തന്നെ ചെയ്യും. ഇത് കേട്ട് സീതാദേവി സന്തുഷ്ടയായി. എന്നാൽ സീതാദേവി ആശങ്കയോടുകൂടി ഹനുമാനോട് ചോദിച്ചു, ഇവിടുത്തെ രാക്ഷസന്മാർ പർവ്വതങ്ങളുടെ ഉയരത്തിലാണുള്ളത്. അവരുടെ കൂടെ നിങ്ങളെപ്പോലുള്ള വാനരന്മാർ എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നത്? ഈ ചോദ്യം കേട്ട ഉടൻ തന്നെ ഹനുമാൻ തന്റെ യഥാർത്ഥ രൂപം ദേവിയെ കാണിച്ചു കൊടുത്തു. അതിനുശേഷം തന്നെ പോവാൻ അനുവാദം തരണമെന്നും ദേവിയെ കണ്ടു എന്ന് രാമലക്ഷ്മണന്മാർക്ക് വിശ്വസിക്കാൻ എന്തെങ്കിലും തന്നുവിടണമെന്നും ഹനുമാൻ ആവശ്യപ്പെട്ടു. സീതാദേവി തന്റെ മുടിയിൽ അണിഞ്ഞിരുന്ന ചൂടാരത്നം ഹനുമാന് കൊടുത്തു. എന്നിട്ട് ചിത്രകൂടത്തിൽ താമസിച്ചിരുന്ന കാലത്തെ ഒരു സംഭവം അടയാളവാക്യമായി പറഞ്ഞുകൊടുത്തു. ഒരു ദിവസം ഇന്ദ്രന്റെ മകനായ ജയന്തൻ ഒരു കാക്കയുടെ രൂപത്തിൽ വന്ന് എന്റെ പെരുവിരൽ നഖത്തിൽ കുത്തി മുറിവേൽപ്പിച്ചു. എന്റെ കാൽവിരൽ മുറിഞ്ഞ് ചോര ഒഴുകുന്നത് കണ്ട രാമൻ ആരാണ് ഈ ക്രൂരപ്രവൃത്തി ചെയ്തത് എന്ന് ചോദിച്ച് നാലുപാടും നോക്കിയപ്പോൾ കൊക്കിൽ ചോര പുരണ്ടു നിൽക്കുന്ന കാക്കയെ കണ്ടു. രാമൻ ഒരു പുല്ല് പറിച്ചെടുത്ത് അതിൽ ദിവ്യാസ്ത്ര മന്ത്രം പ്രയോഗിച്ച് കാക്കയുടെ നേരെ എറിഞ്ഞു. ജയന്തനായ ആ കാക്ക രാമന്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. രാമൻ കാക്കയോട് പറഞ്ഞു, തന്റെ ഈ ബാണം പാഴാകാത്തതാണ്. അതിനാൽ നിന്റെ ഒരു കണ്ണ് ഈ അമ്പിന് ലക്ഷ്യമായി തീരട്ടെ. അങ്ങനെ ഒരു കണ്ണ് നഷ്ടപ്പെട്ട ജയന്തൻ ശ്രീരാമനോട് യാത്ര പറഞ്ഞ് മടങ്ങിപ്പോയി. ഇത്രയും പറഞ്ഞ ശേഷം വീണ്ടും വിലപിക്കുന്ന സീതാദേവിയെ ഹനുമാൻ ആശ്വസിപ്പിച്ചു. അതിനുശേഷം തന്റെ വരവ് രാവണനെ അറിയിച്ച് രാവണനെ കണ്ട് സംസാരിച്ച് ചില കാര്യങ്ങൾ കൂടെ സാധിച്ചിട്ട് ശ്രീരാമന്റെ അടുത്ത് പോകാം എന്ന് തീരുമാനിച്ചു. ഇങ്ങനെ നിശ്ചയിച്ച ഹനുമാൻ ആ അശോകവനിയെ നിശേഷം നശിപ്പിച്ചു. സീത ഇരുന്നിരുന്ന ഇരുൾ മരം ഒഴികെ ബാക്കി എല്ലാ വൃക്ഷങ്ങളും തകർത്തെറിഞ്ഞു. ഇത് കണ്ട് രാക്ഷസ സ്ത്രീകൾ ഇവൻ ആരാണെന്ന് സീതാദേവിയോട് അന്വേഷിച്ചു. സീതാദേവി തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഉടൻ തന്നെ രാക്ഷസ സ്ത്രീകൾ രാവണനെ വിവരം അറിയിച്ചു. ഇത് കേട്ട് കോപിഷ്ഠനായ രാവണൻ ഹനുമാനെ കൊല്ലാനായി കുറെ രാക്ഷസന്മാരെ പറഞ്ഞയച്ചു. ഹനുമാൻ അവരെയെല്ലാം നിഷ്പ്രയാസം അടിച്ചുകൊന്നു. അവസാനം രാവണൻ തന്റെ ഇളയ പുത്രനായ അക്ഷകുമാരനെ പറഞ്ഞയച്ചു. ഹനുമാൻ ആകാശത്തേക്കുയർന്ന് ഇരുമ്പു തൂൺ കൊണ്ട് അക്ഷകുമാരന്റെ തലയിൽ അടിച്ചു. അതോടെ അക്ഷകുമാരനും മരിച്ചു. വിവരമറിഞ്ഞ് ദുഃഖിതനായിരിക്കുന്ന രാവണനെ കണ്ട രാവണന്റെ മൂത്ത പുത്രനായ ഇന്ദ്രജിത്ത് ആ വാനരനെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിച്ച് കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞ് രാവണനെ ആശ്വസിപ്പിച്ച ശേഷം തേരിലേറി വലിയ ഒരു സൈന്യത്തോടെ അശോകവനിയിലേക്കു ചെന്നു. രാക്ഷസന്മാരുടെ പോരുവിളി കേട്ട ഹനുമാൻ ഇരുമ്പു തൂണുമായി ആകാശത്തേക്കുയർന്നു. എന്നാൽ ഇന്ദ്രജിത്ത് ശരങ്ങൾ കൊണ്ട് ഹനുമാനെ പിളർന്നു. പക്ഷേ ഇന്ദ്രജിത്തിന്റെ ശരങ്ങളൊന്നും ഹനുമാനെ യാതൊരു കുഴപ്പവും വരുത്തിയില്ല. ഉടൻ തന്നെ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം എയ്ത് ഹനുമാനെ ബോധരഹിതനാക്കി. എന്നാൽ ഉടൻ തന്നെ ഹനുമാന് ബോധം തെളിഞ്ഞു. പക്ഷേ ബോധം തെളിഞ്ഞു എന്ന് അറിയിക്കാതെ ബോധം കെട്ടു തന്നെ കിടന്നു. രാക്ഷസന്മാർ ഹനുമാന്റെ ശരീരം കയറുകൊണ്ട് വരിഞ്ഞു കെട്ടി ഇരു കൈകളും കൂട്ടിക്കെട്ടി അശോകവനികയിൽ നിന്നും രാവണന്റെ സമീപത്തേക്ക് നടത്തിക്കൊണ്ടുപോയി.
ഹനുമാനെ കണ്ട രാവണൻ മന്ത്രിയോട് ഇവൻ ആരാണെന്നും എന്തിനാണ് വന്നിരിക്കുന്നതെന്നും ചോദിക്കാൻ പറഞ്ഞു. അത് പ്രകാരം മന്ത്രി ഹനുമാനോട് ചോദിച്ചു. സത്യം പറഞ്ഞാൽ അഴിച്ചുവിടാമെന്നും അറിയിച്ചു. മന്ത്രിയുടെ ചോദ്യം കേട്ട് സന്തോഷിച്ച ഹനുമാൻ രാവണനെ നോക്കി താൻ രാമന്റെ ദൂതനാണെന്നും തന്റെ പേര് ഹനുമാൻ എന്നാണെന്നും സീതയെ കാണാനാണ് വന്നിരിക്കുന്നതെന്നും അശോകവനികയിൽ വെച്ച് സീതയെ കണ്ടു എന്നും അങ്ങയോട് 2 വാക്ക് സംസാരിക്കാനായി താൻ ബോധരഹിതനായി അഭിനയിച്ചതാണ് എന്നും അറിയിച്ചു. ഇതെല്ലാം കേട്ടു കോപിഷ്ഠനായ രാവണൻ ഹനുമാനെയും രാമലക്ഷ്മണന്മാരെയും സുഗ്രീവനെയും എല്ലാവരെയും വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നാൽ ഇതെല്ലാം നിസാരമായി കണ്ട ഹനുമാനെ ഉടൻ തന്നെ വധിക്കാൻ തീരുമാനിച്ചുകൊണ്ട് രാവണൻ രാക്ഷസന്മാരോട് ഹനുമാനെ വെട്ടാൻ ആജ്ഞാപിച്ചു. എന്നാൽ വിഭീഷണൻ ആ രാക്ഷസനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ വാനരനെ കൊല്ലുകയാണെങ്കിൽ ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും രാമൻ അറിയുകയില്ല. രാമൻ അറിഞ്ഞാലല്ലേ ഇവിടെ വരികയുള്ളൂ. എങ്കിലല്ലേ അങ്ങയ്ക്ക് രാമനുമായി യുദ്ധം നടത്തി അങ്ങയ്ക്ക് രാമനെ വധിക്കാൻ കഴിയുകയുള്ളൂ. അതിനാൽ ഒരു ശിക്ഷ കൊടുത്ത് തക്കതായ ഒരു ശിക്ഷ കൊടുത്ത് ഹനുമാനെ ഇവിടെ നിന്നും പറഞ്ഞു വിടാനായി പറഞ്ഞു. ഇതു കേട്ട രാവണൻ ഹനുമാനെ ശിക്ഷിക്കാൻ തീരുമാനിക്കുകയും ഹനുമാന്റെ വാലിൽ തുണി ചുറ്റി എണ്ണയിൽ മുക്കി തീ കൊളുത്തി തെരുവിലൂടെ നടത്തിക്കൊണ്ടു പോകാൻ ആജ്ഞാപിച്ചു. അതുപ്രകാരം രാക്ഷസന്മാർ ഹനുമാന്റെ വാലിൽ തുണി ചുറ്റാൻ തുടങ്ങി. എന്നാൽ ചുറ്റിയിട്ടും തീരുന്നില്ല. അവസാനം ഉള്ളതു മതി എന്ന് തീരുമാനിച്ച് തീ കൊളുത്തി വിട്ടു. ശരീരം കെട്ടി വരിഞ്ഞ് തെരുവിലൂടെ നടത്തി. പടിഞ്ഞാറേ ഗോപുരത്തിന്റെ അരികിലെത്തിയ ഹനുമാൻ തന്റെ ശരീരം ചെറുതാക്കി. അതോടെ കെട്ടുകളൊക്കെ അഴിഞ്ഞുപോയി. ഹനുമാൻ തന്റെ ശരീരം പർവ്വതം പോലെ വലുതാക്കി ഗോപുരത്തിലേക്ക് ചാടി തൂണ് പറിച്ചെടുത്ത് ആ രാക്ഷസന്മാരെ എല്ലാവരെയും വകവരുത്തി. അതിനുശേഷം തന്റെ വാലിലെ തീ കൊണ്ട് ലങ്ക മുഴുവൻ ചുട്ടു ചാമ്പലാക്കി. വിഭീഷണന്റെ ഗൃഹമൊഴികെ മറ്റെല്ലാം അഗ്നിക്കിരയായി. ഒടുവിൽ ഹനുമാൻ സമുദ്രത്തിലേക്ക് ചാടി വാലിന്റെ തീ കെടുത്തി. അഗ്നിദേവന്റെ സുഹൃത്തായതുകൊണ്ട് തന്നെ ഹനുമാന് പൊള്ളലൊന്നും ഏറ്റിരുന്നില്ല. അതിനുശേഷം രാമന്റെ അടുത്തേക്ക് പോകാൻ തുനിഞ്ഞ ഹനുമാൻ സീതാദേവിയെ കണ്ട് നമസ്കരിച്ചു. ഉടൻ തന്നെ രാമനെ വിവരമറിയിച്ച ശേഷം സീതാദേവിയെ കൂട്ടിക്കൊണ്ടു പോകാനായി എത്തുമെന്ന് അറിയിച്ച ശേഷം ഹനുമാൻ ത്രികൂട പർവ്വതത്തിന്റെ മുകളിൽ കയറി സമുദ്രത്തിന്റെ വടക്കേക്കര ലക്ഷ്യമാക്കി ചാടി. ഹനുമാന്റെ വരവ് ദൂരെ നിന്നു തന്നെ വാനരന്മാർ കണ്ടു. അവരുടെ അടുത്തെത്തി അവിടെ നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ അവർ സന്തോഷ പരവശരായി രാമന്റെ അടുത്തേക്ക് യാത്ര തിരിച്ചു. ഇനി അവർ പോകും വഴി എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകുമോ, രാവണൻ ഇനിയും അവരെ ഉപദ്രവിക്കാൻ വരുമോ എന്നൊക്കെ അറിയണമെങ്കിൽ വീഡിയോ തുടർന്നും കാണുക. നന്ദി.